ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ആൻഡീസ് കിച്ചൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്കും എത്തുകയുള്ളൂ. ഞാനിവിടെ ഒരു ആട്ടിൻ തല എങ്ങനെ കറി വയ്ക്കാം എന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ഒരു ആട്ടിൻ തലയാണിത്. നോക്കിക്കേ, ഇതാ ആടിൻ്റെ കണ്ണൊക്കെ കണ്ടോ? പിന്നെ ആടിൻ്റെ ഇതാണ് നാവ്. എന്നിട്ട് ആട്ടിൻ്റെ തല നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ഉരലിൽ 2 കഷ്ണം ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി, 5 പച്ചമുളക്, കുറച്ച് കുരുമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ ഇവയെല്ലാം ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ദാ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് ആട്ടിൻതല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർക്കാം. പിന്നെ 2 തക്കാളി ചേർക്കാം. 2 ടീസ്പൂൺ നേരത്തെ ചതച്ച പച്ചമസാല, മല്ലിപ്പൊടി 3 ടീസ്പൂൺ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മട്ടൻ മസാലയും ചേർത്ത് നല്ലവണ്ണം കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നും കൂടി മിക്സാക്കി ഫ്ലെയിം ഓണാക്കി കുക്കറിൽ ഒരു 1/4 വേവ് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ചെമ്പട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകവും, 1/4 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്ത് വഴറ്റാം. പിന്നെ ചതച്ച പച്ചമസാല 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വാടി വന്നാൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മട്ടൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കുക്കറിൽ വേവിച്ച ആട്ടിൻതല ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തിളച്ച് കറിയിലെ വെള്ളം വറ്റിച്ച് വരട്ടിയെടുക്കണം കേട്ടോ. വറ്റി വരുമ്പോൾ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ദാ വറ്റി വരട്ടി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. ഏത് ഫുഡിനോടൊപ്പം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് പത്തിരി ഇരിക്കുന്നുണ്ട്. ആട്ടിൻതല കൂട്ടി പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.